നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് പിരിയൻ മുളക് ഒരു 10 പിരിയൻ മുളകും സാധാരണ എരിവുള്ള മുളകും അത് ഒരു 40, ടോട്ടൽ 50 മുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യേണ്ടുന്നത്. ഇതേപോലെ ഒന്ന് വറുത്തെടുത്തതിന് ഇത് മാറ്റിയതിന് ശേഷം അടുത്ത മല്ലി ഇടാം ഇതിലേക്ക്. ഇതിന് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഇത് മാറ്റുകയാണ്. അപ്പം ഞാൻ മുളകെല്ലാം വറുത്തത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത മല്ലി നമുക്ക് വറക്കാം. മല്ലി ഞാൻ 1.25 കപ്പ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഇനി ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിം അണച്ചിട്ട് ഇത് മാറ്റാവേ. ഇനി നമുക്ക് വറുക്കേണ്ടത്, ഇപ്പം ഞാൻ മല്ലി വറുത്തത് മാറ്റി. ഇനി ജീരകമാണ്, 1/4 കപ്പ് ജീരകമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കുകയാണ്. ഇതും മാറ്റിയാണ് ജീരകം. ഇനി 1.5 ടേബിൾ സ്പൂൺ ഉലുവ, അത് ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അല്ലെങ്കിൽ തീ കുറച്ചിട്ടിട്ട് പെട്ടെന്ന് എടുത്താലും മതി. ഇതിപ്പം പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇനി ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുരുമുളകാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്. കുരുമുളകിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ട് കുരുമുളക് എടുക്കുകയാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുക്, അത് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്കാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫാക്കും. അപ്പോഴും തന്നെ മാറ്റാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി ഇനി മാറ്റിയാണ്. ഇനി കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. കടലപ്പരിപ്പ് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് അതും ഇനി ഇങ്ങനെ അണച്ചത് അത് മാറ്റിയതിന് ശേഷം അടുത്തതിടാം. ഇനി 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഉഴുന്നിൻ്റെ തീയും ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് അതും മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കറിവേപ്പില, മെഷർമെൻറ്റ് ഞാൻ 2 ടേബിൾ സ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ടേബിൾ സ്പൂണ് ഒക്കെ പറഞ്ഞേക്കുന്നത്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി വ്യത്യാസം വരുത്തിയാൽ മതി. ഇതിപ്പം ഒന്ന്
ചൂടായി ദാണ്ട് ഇതേപോലെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് ആ പരുവം. അപ്പോൾ ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കിയാണ്. ഇതിനി ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി കായമാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. അത് പെട്ടെന്ന് വറുക്കാൻ വേണ്ടി സ്വല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് കായം അതിന് പെട്ടെന്ന് പൊള്ളി കിട്ടും. ഇത്രയാണ് എടുത്തത്. ഒരു 100 ഗ്രാമിൻ്റെ കായത്തിൽ നിന്നും കുറച്ചെടുത്താണ്, ഒരു 20 ഗ്രാം വരെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൊള്ളി വരും, അന്നേരം എടുക്കാവേ. ഇതിങ്ങനെ ചെയ്യാൻ പാടാണെങ്കിൽ പകരം കായപ്പൊടി ചേർത്താൽ മതി. കായപ്പൊടി ഞാൻ ഇങ്ങനെ കായമാണ് ചേർക്കുന്നത്. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കും. ഇത് മിക്സിയിൽ ഇതിൻ്റെ കൂട്ടിട്ടങ്ങ് പൊടിച്ചാൽ മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. അത് പൊടിക്കുന്ന സമയത്ത് ചേർത്താൽ മതി. ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയാണ്. ഇതിപ്പോൾ പൊള്ളി വന്നിട്ടുണ്ട്, കണ്ടോ? അത്യാവശ്യം തീർത്ത് വന്നു. ഇതിനി ഒന്ന് മറ്റേതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. കുറേശ്ശെയിട്ട് പൊടിക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇത് കുറേശ്ശെ ജാറിലേക്ക് ഇടാവേ. മുളകിൽ നിന്ന് കുറച്ച് മല്ലി, അതേപോലെ ഒന്നിച്ച് പൊടിക്കാൻ പാടാണെങ്കിൽ ഇതേപോലെ ചെയ്യണം. ഉഴുന്ന്, കടലപ്പരിപ്പ്, ജീരകം, കുരുമുളക്, ഉലുവ, കടുക്, കറിവേപ്പില, ഈ ഒരു മെഷർമെൻറ്റിന് മഞ്ഞൾപ്പൊടി വേണ്ടുന്നത് 2 ടീസ്പൂണാണ്. ഇതിപ്പം 1/2 ടീസ്പൂണാണ് ഇട്ടത്. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ബാക്കി 1 ടീസ്പൂൺ പിന്നീട് ഇടാം. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇതിന് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ പൊടിച്ചിട്ടുണ്ട്. നല്ല മണമാണ്. ഇനി ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ബാക്കി പൊടിച്ചെടുക്കാം. ഇത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഇതിവിടെ മാറ്റി വെക്കാം. ബാക്കി ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുളകിട്ട്, മല്ലിയിട്ട്, കടല പരിപ്പ് കുറച്ചല്ലേ നമ്മൾ ആദ്യമായിട്ടുള്ള. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആക്കുമ്പോൾ ശരിയാവും. ഉഴുന്നുപരിപ്പ്, കുരുമുളക്, ഉലുവ,
ജീരകം, കടുക്, കറിവേപ്പില, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടോട്ടൽ 2 ടീസ്പൂൺ. കായം എല്ലാം കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പം ഞാൻ പൊടിച്ചതാണ് ഈ പ്ലേറ്റിലേക്ക് ഇതും കൂടെ രണ്ടും കൂടി ഒരുമിച്ചാക്കി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ട് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിനകത്താക്കി വെക്കാം. അപ്പം നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഈസി ആയിട്ട് ഈ സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സാമ്പാർ വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാമ്പാർ വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.